എന്തോ പൊന്നൊന്ന് കഴിക്കാൻ? ചക്ക അച്ചാറും തീയലും രസവും മാത്രമേ ഉള്ളൂ ചേട്ടാ. അതെന്താ വേറൊന്നും കിട്ടിയില്ല? മീനൊന്നും കിട്ടിയില്ലേ? ചന്തയിൽ പോയപ്പോ ഫ്രഷ് മീനൊന്നും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ പൊരിച്ച മീൻ തിന്നാൻ കൊതിയായിരുന്നു. ഓക്കെ, ശരിയാക്കി തരാം. ഹലോ ഗായ്സ്, നല്ല പൊരിച്ച മീനൊക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞ് ചേട്ടൻ എന്നെ കൊണ്ടുവന്നതാണ്. എന്നാൽ കടയൊക്കെ ഓപ്പൺ ആവാൻ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവും. ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ബീച്ചിൽ വന്നിരുന്ന് വായി നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ കാണുന്ന വള്ളങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ വള്ളങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഹാർബറിലെ മൊത്തം വള്ളവും നമുക്കിപ്പോ ഇവിടെ കാണാം. ചേട്ടൻ പറയുന്നത് എന്തോ ചാകരയാണെന്ന്. എന്ത് മീനിന്റെ ആണെന്ന് അറിയത്തില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഹാർബറിൽ പോകുമ്പോൾ അറിയാലോ. നല്ല മീനാണെങ്കിൽ കുറച്ച് നമുക്ക് വാങ്ങിച്ചുകൊണ്ടും പോവാം. അങ്ങനെ കുറെ നേരം ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു എന്നാ നമുക്ക് ഹാർബറിലോട്ട് പോയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഇറങ്ങി. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൊല്ലംകാരുടെ സ്വന്തം പോർട്ടിലാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങോട്ടേക്ക് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. ഞാൻ ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാർബറിലൊക്കെ വന്നു പോകാറുണ്ട്. ഞങ്ങൾ കൂടുതലായിട്ട് മീൻ വാങ്ങാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. നല്ല 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 മീനൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോയി കറി വെച്ചും പൊരിച്ചും ഒക്കെ കഴിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് പൊരിച്ച മീൻ വാങ്ങിത്തരാന്നും പറഞ്ഞാണ് ചേട്ടൻ എന്നെ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും നല്ല ഫ്രഷ് മീൻ കിട്ടുവാണെങ്കിൽ നമുക്കത് വാങ്ങാം. ആ കാണുന്ന വള്ളങ്ങൾക്കപ്പുറമാണ് നമ്മുടെ വാടി ഹാർബർ. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വാ നമുക്ക് പോയിട്ട് വരാം. ഹാർബറിന് പുറത്തായിട്ട് കൊച്ചു കൊച്ചു മീൻ കടകളൊക്കെ ഉണ്ട്. കുറെ അമ്മമാരൊക്കെ മീൻ കച്ചവടം ചെയ്യാൻ വന്നിട്ടുണ്ട്. എല്ലാവരും ജോലി കഴിഞ്ഞൊക്കെ വന്ന് വെറൈറ്റി ആയിട്ടുള്ള മീനൊക്കെ നോക്കുകയാണ് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ചും പൊരിച്ചും ഒക്കെ കഴിക്കാനായിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോ തന്നെ. ചൂരയും നെത്തോലിയും ചാളയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് തന്നെ അത് വാങ്ങിക്കാൻ തോന്നി. എന്തായാലും ഹാർബറിനകത്ത് പോയി എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഹാർബറിനുള്ളിലേക്ക് പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വലയിൽ നിന്ന് മീനൊക്കെ വേർതിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് കഷ്ടപ്പെട്ടാണ് ഇവര് മീനൊക്കെ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നത്. നമ്മളിത് വല്ലതും അറിയുന്നു? എല്ലാവരും രാത്രിയെന്നില്ല പകലെന്നില്ല വെയിലെന്നില്ല മഴയെന്നില്ലാതെ ഇങ്ങനെ വള്ളത്തിൽ പോയി മീൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും. നമ്മളതിങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നു. ഇതിന്റെ ബുദ്ധിമുട്ടൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അങ്ങനെ കുറെ നേരം ഞാൻ ആ തിക്കിലും തിരക്കിലും ഒക്കെ നിന്ന് ഇങ്ങനെ കച്ചവടമൊക്കെ കണ്ടോണ്ടിരുന്നു. ഈ വേർതിരിക്കുന്ന മീനെല്ലാം കുട്ടകളിലാക്കി നമ്മുടെ ഈ വാടിയിലെ ഹാർബറിൽ തന്നെ അവരിങ്ങനെ ലേലം ചെയ്യാൻ വെക്കും. നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാം. കച്ചവടത്തിനുള്ള മീൻ ലേലം വിളിച്ച് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാൻ ഈ തെക്കിലും തിരക്കിലും ഒക്കെ നിൽക്കുന്നുണ്ട്. അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഒതുങ്ങി നിൽക്കാനൊക്കെ പറയുന്നു. നല്ല സ്നേഹമുള്ളവരാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറെ നേരം ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അപ്പോഴും എന്റെ മനസ്സിൽ എന്തുവാ, അപ്പുറത്ത് പോയി ഇങ്ങനെ പൊരിച്ച മീൻ കഴിക്കണം. അതായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ലേലം വിളിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ലേലം വിളിയൊക്കെ കാണുന്നത്. ചേട്ടനാണ് എന്നെ ഹാർബറിൽ കൊണ്ടുവന്ന് ഈ ലേലം വിളിയൊക്കെ കാണിച്ചു തന്നത്. അങ്ങനെ ഈ ചാളയൊക്കെ കൊണ്ടുപോകുന്നത് നോക്കി ഞാനൊരു മൂലയ്ക്ക് ഇങ്ങനെ മാറി നിന്നു. ഇന്നിവിടെ ചാളപ്പണിയാണെന്നാണ് ചേട്ടന്മാര് പറയുന്നത് കേട്ടോ. ഇന്നിവിടെ ചാളച്ചാകരയായിരുന്നു. അങ്ങനെ ഓരോ കുട്ടയിലും മീൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ലേലത്തിനൊക്കെ വെച്ചോണ്ടിരുന്നു. ഞാനും ചേട്ടനും അവിടെ മാറി നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴും എന്റെ മനസ്സിലെന്താ, അപ്പുറത്ത് പോയി പൊരിച്ച മീൻ കഴിക്കണം, അതായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് മീനൊന്നും വാങ്ങാൻ ഞങ്ങൾ നിന്നില്ല. നല്ല പളുങ്ക് പോലത്തെ ചാള അല്ലേ. ഇവിടുത്തെ ഫ്രഷ് മീനാണ്. അപ്പുറത്ത് നമുക്ക് പൊരിച്ചും കറി വെച്ചും ഒക്കെ കിട്ടുന്നത്. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം കേട്ടോ. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വാടി ഹാർബറിലാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. എന്റെ ക്യാമറയ്ക്ക് ബാക്കിലാണ് വാടി ഹാർബർ. അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്ന മത്സ്യങ്ങളാണ് ഇവിടെ ഫ്രഷ് ആയിട്ട് നമുക്ക് പൊരിച്ചു തരുന്നത്. രാവിലെ 3 മണി വരെ കട ഓപ്പൺ ആണ്. നിങ്ങൾ എപ്പോ വന്നാൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നതായിരിക്കും. സോ ആ കാണുന്ന കടയിലുമാണ് നമുക്ക് നല്ല ഫ്രഷ് മീൻ പൊരിച്ചത് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ വന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ലം വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ മുമ്പും ചേട്ടനോട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഈ ഫ്രഷ് മീൻ ഇവിടെ കിട്ടുന്നതെന്ന് പറയാൻ കാരണം, ഈ ഹാർബറിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന മീനാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് പൊരിച്ചു തരുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ബോട്ടുകാർക്കും വള്ളക്കാർക്കും വേണ്ടി മാത്രമായിരുന്നു ഈ കടയൊക്കെ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ എവിടുന്ന് ആൾക്കാർക്ക് വന്നാലും അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഇവിടെ കിട്ടും. പിന്നെ നമ്മുടെ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല മീൻ കഴിക്കണമെങ്കിൽ കൊല്ലത്ത് വരണമെന്ന്. കൊല്ലത്ത് വന്നാൽ നല്ല മീൻ കഴിക്കാം. കാരണം ധാരാളം മത്സ്യസമ്പത്തുള്ള പ്രദേശമാണ് നമ്മുടെ കൊല്ലം. പിന്നെ അറിയാലോ, കൊല്ലത്ത് നല്ലത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരണം. മസ്റ്റായിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കടയ്ക്കുള്ളിലോട്ട് പോയി എന്തൊക്കെ കഴിക്കാനുണ്ടെന്ന് നോക്കാം. ഞങ്ങൾ ഈ കാണുന്ന കടയിലോട്ടാണ് പോയത്. ഇവിടെ കഴിക്കാനായിട്ട് പുട്ടും പൊറോട്ടയും ദോശയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. നല്ലൊരു വൈബാണ് ഇവിടെ ഈ സമയത്ത് വരുമ്പം. ഏകദേശം ഒരു 7 മണി ആയതേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും തിരക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എത്രമാത്രം തിരക്കായിരിക്കും. പിന്നെ വള്ളക്കാരും ബോട്ടുകാരും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരാറുണ്ട്. പിന്നെ നമ്മുടെ ഹാർബറിൽ മീൻ വരാറായി. ആ മീനും കുറെയൊക്കെ ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് പൊരിച്ചു തരാറുണ്ട്. തീർച്ചയായിട്ടും കൊല്ലം വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഒരുപാട് ഇഷ്ടപ്പെടും. ഞാനും ചേട്ടനും ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. എന്തൊക്കെയാ കഴിക്കാനായിട്ട്? കഴിക്കാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ പുട്ട്, ചീനി, ദോശ, പൊറോട്ട, ചപ്പാത്തി, പൂരി. പിന്നെ പുട്ടിൻ്റെ കൂടെ പപ്പടമുണ്ട്.
പിന്നെ മീനായിട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടുണ്ട്. അതായത് വലിയ മീനാ, ഫ്രഷ് മീനായിരിക്കല്ല. ചെമ്പല്ലി, ഇത് അമൂറ്, ഇത് ചേമി, ഇത് പാലാമീൻ, ഇത് ചൂര. ഒറ്റ ചൂരയായിട്ട് ഇതൊക്കെ ഓ ഇതൊക്കെ തീരും. ഒരു വെളുപ്പിന് 3 മണി വരെയൊക്കെ നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ തീരും. ചായല ചാളയുണ്ട്. ചൂര നമ്മൾ വലിയ ചൂര പീസാക്കി പൊരിക്കണം. ഇത് മസാല ആക്കിയിട്ട് പൊരിക്കും. അപ്പൊ ഞങ്ങൾക്ക് പുട്ടും പൊറോട്ടയും വേണം, പിന്നെ അയില വറുത്തതും ചാള വറുത്തതും ചൂര വറുത്തതും വേണം. ശരി. ഇത് എന്ത് മീൻ്റെ കറിയാ? ഇതിന്റെ ചൂരക്കറി. ഇവിടെ നമ്മളെ ചൂര എന്ന് പറയും. നല്ല കളറുണ്ട്. കറി നമ്മൾ കേട്ടിയാട്ടോ. നിങ്ങൾ ഈ കറി കൂട്ടുമ്പോ തന്നെ അറിയാം ഈ കറിയുടെ. കൊച്ചു ചൂരയല്ലേ? കൊച്ചു ചൂര, ചെറിയ ചൂര. അതെ. പിന്നെ ഉള്ളത് അയിലക്കറി ഉണ്ട്. ഇത് രണ്ടേ ഉള്ളൂ അല്ലേ? തലയും കാണും. തലയൊക്കെ തീർന്നു. ഞാനിപ്പോ അവിടെ നിന്നപ്പോ തന്നെ വലിയ ചെമ്പല്ലി ഇങ്ങനെ പൊരിച്ചു കോരുന്നുണ്ടായിരുന്നു. കാണുമ്പോ തന്നെ വായിൽ ഇങ്ങനെ വെള്ളം ഊറുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല രീതിയിൽ ഇതിന്റെ മേളിൽ കുരുമുളക് പൊടിയൊക്കെ ഇങ്ങനെ വിതറിയാണ് കേട്ടോ ഇവിടെ ഇത് സെർവ് ചെയ്യുന്നത്. കുരുമുളക് പൊടിയൊക്കെ വിതറി നല്ല നാരങ്ങയൊക്കെ വെച്ച് നല്ല ഉള്ളിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്താണ് ഇവരിങ്ങനെ ഇത് സെർവ് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ നല്ല വായിൽ കപ്പൽ ഓടുന്നുണ്ടായിരുന്നു. എനിക്ക് അപ്പൊ തന്നെ കഴിക്കാൻ തോന്നി. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു ബോട്ടിക്കറി കിട്ടും കേട്ടോ. നല്ല പൊറോട്ടയിലൂടെയും ദോശയിലൂടെ ഒക്കെ കഴിക്കാനായിട്ട് ബോട്ടിക്കറി കിട്ടും. ആവശ്യക്കാർക്ക് ഇതും ഇവിടെ വന്നാൽ കിട്ടുന്നതാണ്. പിന്നെന്താണ്, ആ പയ്യന്റെ സർവീസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നല്ല രീതിയിൽ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തു. അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള വെപ്രാളമായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കൈ കഴുകാനായിട്ടൊക്കെ പോയി. കാറ്റടിക്കുമ്പോൾ തന്നെ പൊരിച്ചമീൻ്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫുഡൊക്കെ കഴിക്കാം. ഈ സമയത്ത് ഇങ്ങനെ വിശന്നൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പുട്ടും പൊറോട്ടയൊക്കെ വന്നു. ഞാൻ പൊരിച്ചമീന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പൊരിച്ചമീനും കൂടെ വന്നിട്ട് വേണം അത് കഴിച്ചിട്ടൊന്ന് അഭിപ്രായം പറയാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ചാള ഫ്രൈ ഇല്ലേ? പുട്ടും പൊറോട്ടയും ചാള വറുത്തതൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയില വറുത്തതും ചൂര വറുത്തതും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതും എത്തി. പിന്നെ ഇതിലൂടെ കഴിക്കാനായിട്ട് നല്ല മീനിന്റെ തലക്കറിയുടെ ഗ്രേവി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു മീനിന്റെ ഗ്രേവി കിട്ടുന്നുണ്ട്. പിന്നെ സാമ്പാറും കിട്ടുന്നുണ്ട്. കണ്ടിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കഴിച്ച് സെറ്റാക്കാം. ഞാൻ പെട്ടെന്ന് കഴിക്കാനായിട്ട് പോയി. ആദ്യം തന്നെ നമുക്ക് പുട്ടീന്ന് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു പിടിയില്ല. എന്തായാലും നമുക്ക് പുട്ടീന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പുട്ടൊക്കെ ഇങ്ങനെ എടുത്ത് നല്ല തലക്കറിയുടെ കുറുകിയ ഗ്രേവിയൊക്കെ ആ പുട്ടിനകത്തോട്ട് ഒഴിച്ച് അതിങ്ങനെ കറിയെല്ലാം കൂടി ഇങ്ങനെ പുട്ടിനകത്ത് ഊർന്നിറങ്ങിയിട്ട് അതൊന്ന് കഴിച്ചു നോക്കണം. എൻ്റെ പൊന്നോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടായിരുന്നു. പാകത്തിന് ഉപ്പും ഒക്കെ ചേർന്ന് നല്ലൊരു കറിയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്കാണെങ്കിൽ എരിവും പുളിയുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പൊതുവേ ഞാൻ സ്പൈസി ഫുഡിന്റെ ആളാണ്. എത്ര എരിവുള്ള കറി കിട്ടിയാലും ഞാൻ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടൊക്കെ ഇങ്ങനെ ഞെവിടി നല്ല രീതിയിൽ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചു. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചേട്ടനാണെങ്കിൽ കൊതി വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്നാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് വേണം ചേട്ടനും എനിക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ പുട്ടൊക്കെ നല്ല രീതിയിൽ കഴിച്ചു. പിന്നെ ഞാൻ ഒരു ചാള വറുത്തതും കൂടെ കഴിക്കാനായിട്ട് പോയി. നല്ല മൊരിഞ്ഞ ചാളയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. ആ മുള്ള് വരെ നമുക്ക് നല്ല രീതിയിൽ കടിച്ച് തിന്നാം. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മൊരിഞ്ഞ ചാളയും പുട്ടും എല്ലാം ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടനെ ഞാനിങ്ങനെ ഇത് കാണിച്ച് കൊതിപ്പിക്കുകയാണ്. കുരുമുളകൊക്കെ വെച്ചാൽ അടിപൊളി ചാള ഫ്രൈ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്തോ വിചാരിച്ചു, പിന്നെ നമുക്ക് ചൂരയും നല്ല അയിലയൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഓടി നടന്ന് കഴിപ്പായി. അങ്ങോട്ട് പോയി ഇപ്പുറത്തിരുന്ന് കഴിക്കും, അപ്പുറത്തിരുന്ന് കഴിക്കും. അങ്ങനെ ഓട്ടത്തോടോട്ടമായി. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്ന് നല്ല ചൂര ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചൂര ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് നല്ല നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു പീസ് എടുത്ത് ഇങ്ങനെ വായിലേക്ക് വെച്ച് കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്കാണെങ്കിൽ ഈ കഴിച്ച മീനുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചൂര ഫ്രൈ ആണ് കേട്ടോ. ആ ചൂരയുടെ മാംസം ഇങ്ങനെ എടുത്തിട്ട് വായി വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സൂപ്പർ ആയിരുന്നു കേട്ടോ. അതിനകത്ത് എന്താ ഈ ചൂരക്കകത്ത് എനിക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ നല്ല തോനെയും കുരുമുളക് പൊടിയായിരുന്നു കേട്ടോ. നമുക്ക് എരിവിന് വേണ്ടി മുളക് പൊടി ചേർക്കുന്നെങ്കിലും ഇതിന്റെ ടേസ്റ്റിന് മുന്നിൽ നിൽക്കുന്നത് നല്ല കുരുമുളകിന്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നമ്മുടെ അയില വറുത്തത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി. അയില
ചേട്ടനാണ് അയല മീനിന്റെ ഫാൻ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അയല വറുത്തതൊക്കെ. അങ്ങനെ ഞാനും അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി. കുറച്ച് മാംസമൊക്കെ എടുത്ത് അതിൻ്റെ മേളിൽ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്തു. അതും കൊള്ളായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാലും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടത് ഈ ചൂര മീനാണ് കേട്ടോ. ഈ കുരുമുളകിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിൽ നിന്ന് മാറുന്നേ ഇല്ല. ഞാൻ വീണ്ടും വീണ്ടും ചൂര പൊരിച്ചത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏട്ടൻ പറയുകയാണ് എനിക്കും കൂടെ കുറച്ച് ബാക്കി വെച്ചേക്കണം, ഫുള്ളൊക്കെ കംപ്ലീറ്റ് ചെയ്യലേന്ന്. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനാണെങ്കിൽ കൊതി വന്നിട്ട് വൈകുക. ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്നിട്ട് വേണം ഇത് ഫുള്ള് തീർക്കാൻ, എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊറോട്ടയൊക്കെ ഞാനിങ്ങനെ ഗ്രേവിയൊക്കെ ഒഴിച്ച് സാമ്പാറൊക്കെ ഒഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊറോട്ടയും സാമ്പാറും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം ഞാൻ അതൊക്കെ കഴിച്ചു. പിന്നെ ഉള്ളിയും നാരങ്ങയൊക്കെ ഒഴിച്ച് ആ മീനെല്ലാം ഇങ്ങനെ ടേസ്റ്റ് ചെയ്തു. ചേട്ടനും ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തകർത്ത് ഫുഡ് കഴിച്ച് മത്സരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് കഴിച്ചു. ഇപ്പം തന്നെ പറയുമ്പോൾ തന്നെ എൻ്റെ വായിലിങ്ങനെ വെള്ളം ഊറിക്കൊണ്ട് വരികയാണ്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തോ ഇത് വീണ്ടും നമ്മുടെ ചൂര പൊരിച്ചതെടുത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി വരുമ്പോഴും ചൂര പൊരിച്ചത് കഴിക്കണം. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേറെ മീനുമൊക്കെ കഴിക്കണമെന്ന് ഇങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ കഴിച്ച പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ്. പിന്നെ ആ പൊറോട്ട കഴിക്കാനുള്ള സ്പേസ് പോലും എൻ്റെ വയറ്റിലില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല രീതിയിൽ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ആ മീനിൻ്റെ മുള്ള് മാത്രം ബാക്കിയായി. ബാക്കിയെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആ മുള്ളെടുത്തിട്ട് കമ്മൽ പോലെ വെച്ചിട്ട് ചേട്ടൻ്റെ അടുത്ത് പറയാന്ന്, കൊള്ളാവോ എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന പീറ്റർ ഏട്ടനോട് യാത്ര പറയാനായിട്ട് ഞാൻ പോയി. അങ്ങനെ ഞാൻ ചെന്ന് ആ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇനിയും വരണം കേട്ടോ, വേറെ മീനൊക്കെ ഇനിയും ഉണ്ട്, അതൊക്കെ വന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടേ, ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട്. വൈകിട്ട് 6 മണി തൊട്ട് 3 മണി വരെ എപ്പോൾ വേണമെങ്കിൽ വന്നാലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കഴിക്കാം. ശനിയാഴ്ച ആണെങ്കിൽ ഈ കട അവധിയാണ് കേട്ടോ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ കട ഓപ്പൺ ആണ്. എന്തായാലും കൊല്ലം വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.